ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് IDP അഥവാ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് അപേക്ഷ കൊടുക്കുന്ന വിധമാണ്. അതായത് ഒരു ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിദേശ രാജ്യങ്ങളിൽ താൽക്കാലിക വിസിറ്റിങ്ങിന്റെ സമയത്തോ അതുമല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന സമയത്ത് ഒരു വർഷത്തെ കാലാവധിയോടുകൂടി അവിടെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അനുമതി, താൽക്കാലിക അനുമതിയാണ് IDP അഥവാ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ IDP കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം എന്നുള്ളത്, ഓരോ രാജ്യത്തെയും നിയമങ്ങൾ വിഭിന്നമായിരിക്കും. ഓരോ വിദേശ രാജ്യങ്ങളിലും ഓരോ നിയമങ്ങളായിരിക്കും. ഇതാ ഒരു വിദേശ രാജ്യത്ത് അവിടെ ഈ ഒരു പെർമിറ്റ് അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ളത് പൂർണ്ണമായിട്ടും ആ ഒരു വിദേശ രാജ്യത്തിന്റെ തീരുമാനങ്ങളിൽ പെട്ട ഒന്നാണ്. നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുമാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന പാസ്പോർട്ടും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സ്കാൻ ചെയ്ത് വെക്കുക. സെൽഫ് അറ്റസ്റ്റഡ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇവിടെ സർവീസസ് ഓൺ DL എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ അല്ല ഇത്. ചില RTO ഓഫീസുകളിൽ നമ്മൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു അപേക്ഷയുടെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് നമുക്ക് പ്രിന്റ് ജനറേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അത് നിങ്ങളുടെ RTO ഓഫീസുകളിൽ കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം കസ്റ്റമറോട് തീരുമാനിക്കാനായിട്ട് പറയാം. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തുമാണ് നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഏത് ഫോർമാറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഫോർമാറ്റ് നോക്കുക, അത് ലഭിക്കുന്നില്ല അതിനെങ്കിൽ അടുത്ത ഫോർമാറ്റ് നോക്കുക, അത് ലഭിക്കുന്നില്ല അതിനെങ്കിൽ അടുത്ത ഫോർമാറ്റ് രീതിയിൽ നമ്മൾ നോക്കുക. രണ്ട് വിവരങ്ങളും കൊടുത്തതിന് ശേഷം താഴെയുള്ള ക്യാപ്ചർ ബോക്സ് എൻ്റർ ചെയ്ത് ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ആ ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പഴയ മോഡലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ, അത് പഴയ വെള്ളക്കാട് രീതിയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകളാണെങ്കിൽ അതിനകത്ത് ഫോട്ടോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അടുത്തായിട്ട് താഴേക്ക് വരിക, ഇവിടെ യെസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ RTO ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, RTO ഓഫീസ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് കൊടുക്കുക. സബ് കൊടുക്കാതെ, ഇപ്പൊ സബ്ബാണ് ഇത്, ഈ സബ് RTO എന്നിവിടെ കാണിക്കുന്നുണ്ട്. സബ് കൊടുക്കാതെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഏതാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ ആണെങ്കിൽ കണ്ണൂർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായിരിക്കും നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫീസ് എന്നുള്ളത്. അതിന്റെ അണ്ടറിൽ വരുന്നതാണ് ബാക്കി എല്ലാം തന്നെ സബ് ആയിട്ടുള്ള റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകൾ. അതിനുശേഷം പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ആയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നമ്പർ ഇവിടെ ഉണ്ടാവും. അത് മാറ്റണമെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാറ്റണ്ടെങ്കിൽ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ടാവും. ജനറേറ്റ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ കസ്റ്റമറുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന OTP ഇവിടെ ആയിട്ട് രേഖപ്പെടുത്തി കൊടുക്കും. അതിനുശേഷം ഓതന്റിക്കേറ്റ് വിത്ത് സാരഥി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇഷ്യൂ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഭാഗത്ത് ആ ഒരു ബോക്സ് മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ബർത്ത് പ്ലേസ്, അതുപോലെ തന്നെ ബർത്ത് കൺട്രി, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ടിന്റെ വാലിഡിറ്റി ഡേറ്റ് എന്നീ കാര്യങ്ങളാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിനെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും റീസണുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അത് നോ ആണെങ്കിൽ നോ കൊടുക്കുക. ഇനി യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതെന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ വലതു ഭാഗത്തുള്ള ബോക്സിനകത്ത് കൊടുക്കുക. അടുത്തായിട്ട് ഏത് രാജ്യത്തേക്കുള്ള IDP ആണ് നമുക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ കസ്റ്റമർക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ്. അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ UAE ആണെങ്കിൽ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തന്നെ ഇവിടെ കൊടുത്തു. അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് റെസ്ട്രിക്റ്റഡ് ഉണ്ട് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് വിസ നമ്പറും അതുപോലെ തന്നെ വാലിഡിറ്റി അത് കൊടുക്കുക എന്നുള്ളതാണ്. വിസ നമ്പർ എത്രയാണ് വാലിഡിറ്റി എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത് മാൻഡേറ്ററി ഫീൽഡ് അല്ല. നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അപേക്ഷ ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഉള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും അത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഏത് ക്ലാസ് ആണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ IDP വേണ്ട എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ കാറ്റഗറി ഉള്ള ആളുകളാണെങ്കിൽ, ക്ലാസ്സുകളുള്ള ആളുകൾ, ബൈക്ക് അതുപോലെ തന്നെ 4 വീല് ഹെവി കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കിവിടെ 1 by 1 ആയിട്ട് ഷോ ചെയ്യുന്നുണ്ടാവും. അതിൽ ഏതിന്റെയാണ് നമുക്ക് വേണ്ട എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. A, B, C എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് എന്താണെന്നുള്ളത് ഇവിടെ ക്ലിക്ക് ഹിയർ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ A എന്താണ്, B എന്താണ്, C എന്താണെന്നുള്ളതൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിലധികം ക്ലാസ്സുകളുള്ള ആളുകളാണെങ്കിൽ നമുക്കിവിടെ എല്ലാം തന്നെ കൃത്യമായിട്ട് കാണിക്കും. അങ്ങനെ നമുക്ക് ഒന്നിലധികം ക്ലാസ്സുകൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ Ctrl+Shift ഹോൾഡ് ചെയ്തിട്ട് നമുക്കത് ഒരേ സമയത്ത് തന്നെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പം ഡാറ്റ അക്സെപ്റ്റഡ് സക്സസ്ഫുള്ളി എന്നിട്ട് കാണിക്കും. അടുത്തായിട്ട് സെൽഫ് ഡിക്ലറേഷൻ ആണ്. ക്ലിക്ക് ചെയ്ത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ രണ്ടാമത്തത് മാത്രം യെസും ബാക്കിയെല്ലാം തന്നെ നോയും ടിക്ക് ചെയ്ത് ഇവിടെയുള്ള കൺസെന്റ് ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക. ബാക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡിക്ലറേഷൻ ഫോമുകളെല്ലാം തന്നെ ഇവിടെ കൺസെന്റ് കൊടുക്കുക. അതിനുശേഷം
ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും ഒരു ഓക്കെ കാണിക്കും. ഇവിടെ നമുക്ക് ഒരു പ്രിന്റ് ലഭിക്കുന്നതാണ്. കസ്റ്റമർക്ക് ഇതിന്റെ പ്രിന്റ് എടുത്ത് കൃത്യമായിട്ട് കൊടുക്കുക. ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഡോക്യുമെന്റുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ടുമാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്തോട്ട് വരിക. അപേക്ഷ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ കൃത്യമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇനി 2 സ്റ്റെപ്പുകളാണ് ബാക്കിയുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് അപ്ലോഡ് ഡോക്യുമെന്റും ഒന്ന് ഫീ പേയ്മെന്റുമാണ്. അപ്ലോഡ് ഡോക്യുമെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയതോടുകൂടി തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ടിക്ക് ആയിട്ടുണ്ടാവും. ഇവിടെ പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് 2 കാര്യങ്ങളും സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രൂഫ് എന്നുള്ള ഭാഗത്ത് ഇന്ത്യൻ പാസ്പോർട്ട്, ഡോക്യുമെന്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് പാസ്പോർട്ടിന്റെ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്യൂ ബൈ കൊടുക്കണം നിർബന്ധമില്ല. ഇഷ്യൂ ഡേറ്റ് എന്നുള്ള ഭാഗത്ത് പാസ്പോർട്ടിന്റെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് കൊടുക്കുക. പാസ്പോർട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം കൊടുക്കുക. ഇവിടെ ഡോക്യുമെന്റ് നമ്പറോ ഇഷ്യൂഡ് ബൈ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫയൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മളോട് പറഞ്ഞിരിക്കുന്ന 2 ഫയലുകളും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ അപ്ലോഡ് ഡോക്യുമെന്റ് നമ്മൾ കംപ്ലീറ്റ് ആയതായിട്ട് കാണിക്കും. അടുത്തായിട്ട് ഫീ പേയ്മെന്റ് ആണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഫീ പേയ്മെന്റ് ചെയ്യാനാണ്. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആളുകൾക്ക് ഫോട്ടോ ഡോക്യുമെന്റ് അപ്ലോഡിന് മുന്നേ ആയിട്ട് ഫോട്ടോ അപ്ലോഡിംഗിന്റെ ഓപ്ഷൻ ഉണ്ടാവും. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. 1265 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. പോസ്റ്റൽ ചാർജ് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നിങ്ങളുടെ RTO ഓഫീസിൽ വിളിച്ച് വെരിഫൈ ചെയ്യുക. അതായത് ഇത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ലഭിക്കുന്നതാണ് എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അല്ലാത്ത കേസുകളിൽ നമ്മൾ ഇതിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി എടുത്തിട്ട് നമ്മൾ ഈ ഒരു RTO ഓഫീസിലോട്ട് നേരിട്ട് പോവേണ്ടി വരും. ചില കേസുകളിലൊക്കെ അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. ഇവിടെ ഈ ട്രഷറി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്ത് പേ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എഗ്രി ബോക്സ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് പേയ്മെന്റ് ഗേറ്റ് വേ 1 ഉണ്ട്, പേയ്മെന്റ് ഗേറ്റ് വേ 2 ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുള്ള പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യുക. അതിനുശേഷം പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്ന സ്ലിപ്പ് എടുക്കുക. ആ സ്ലിപ്പ് കസ്റ്റമർക്ക് പ്രിന്റ് കൊടുക്കുക.